നിങ്ങൾക്ക് വീട്ടിൽ എന്താ പണി? ചോറുണ്ടാക്കുക, വിളമ്പി കൊടുക്കുക, കഴുകി തന്നെ, നിലം തുടയ്ക്കുക, ആരെങ്കിലും ചവിട്ടിയണോ നോക്കുക, ആരെ കാലാത് കണ്ടുപിടിക്കുക, ഓന്റെ കാലിൽ തില്ല. തങ്ങൾക്ക് ഇതൊന്നല്ല വീട്. വീടിനകത്ത് ഉമ്മ രാവിലെ വിളിച്ച നെയ്യത്തെ കണ്ടി പറിച്ചു. ഇന്നിന്റെ വീട്ടില് സന്തോഷമുള്ള വീടാവണം. അതിനെന്താ ചെയ്യാ? ഇന്നിന്റെ വീട്ടിൽ സമാധാനം വേണം. അതിനെന്താ ചെയ്യാ? ഇന്നിന്റെ എനിക്ക് സംതൃപ്തിന്റെ ആണ്. നിങ്ങൾ എഴുതി വെച്ചോ, മനസ്സിൽ എഴുതി വെച്ചോ. സന്തോഷം ഒരിക്കലും സ്വയം ഉണ്ടാവൂല. നിങ്ങൾ എഴുതി വെച്ചോ. സമാധാനം ഒരിക്കലും സ്വയം ഉണ്ടാവൂല. സംതൃപ്തി ഒരിക്കലും സ്വയം ഉണ്ടാവൂല. ഉണ്ടാക്കണം. പത്തിരിയൊക്കെ ഉണ്ടാക്കണം, മാതിരി ഉണ്ടാക്കണം. ഒരു മനുഷ്യന് സമാധാനം. എനിക്കിപ്പോ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വെറുതെ സന്തോഷം വരുമോ? സന്തോഷം ഞാൻ ഉണ്ടാക്കണം. ഒരാൾക്ക് നമ്മളൊരു സഹായം കൊടുക്കണം. ഒരാള് വന്നു, ഒരാൾക്ക് നമ്മളൊരു സഹായം കൊടുക്കണം. സഹായം കൊടുത്തു കഴിയുമ്പോൾ മനസ്സിലെന്താ തോന്നുക? വേണ്ടില്ല, ഒരു സന്തോഷം, സമാധാനം, സംതൃപ്തി ഇതുണ്ടാക്കണം. ഇതില്ലെങ്കിൽ ഇത് കിട്ടുന്നിടത്തേക്ക് നമ്മൾ പോകും. അവിടെയാണ് ഈ മൊബൈൽ ഫോണിലൂടെയൊക്കെ ഭർത്താവുള്ള സ്ത്രീകൾ പോലും തെറ്റിപ്പോവുക. നമ്മൾ ആ രൂപത്തിലേക്ക് അങ്ങനെ പോകും. ഭർത്താവ്, നിങ്ങൾ ചിന്തിച്ചോക്ക്, വലിയ താടിയുള്ള നിസ്കാരത്തഴമ്പുള്ള ഒരു ഭർത്താവ് വരിക. ആ ഭർത്താവ് വന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി പ്രശ്നമായിട്ട് വരിക. ഭാര്യ കുറെ കാര്യം പറഞ്ഞു, ഭർത്താവ് കുറെ കാര്യം പറഞ്ഞു. രണ്ടാളും വർത്താനം പറഞ്ഞിട്ട് ജയിക്കില്ല. ജയിക്കണല്ല ആരെങ്കിലും ഒരാള്. ഞാൻ മുമ്പിലുണ്ട്, വർത്താനം ഇങ്ങനെ അങ്ങോട്ട് ജയിക്കില്ല. അവസാനം എന്തോന്ന് പറഞ്ഞപ്പോ ഭാര്യ ഒന്ന് ഒതുങ്ങിയപ്പോ ഭാര്യക്ക് മനസ്സിലായി ഞാനിപ്പോ ഒന്ന് ഒതുങ്ങിന്ന്. ഇവിടെ ഭാര്യ പറഞ്ഞു, മറ്റേ കാര്യം ഞാൻ പറയണോ? ഭർത്താവിനോട് ഞാനൊന്നും മിണ്ടില്ല. പിന്നെ പറയാം, മറ്റേ ഞാൻ പറയണോ? എന്താ കാര്യം എന്നറിയോ? സുബൈക്ക് പള്ളി പോണ ഭർത്താവ്, എല്ലാ വക്തിനും നിസ്കാരമുള്ള പള്ളി പോണ ഭർത്താവ്, ദൈവത്തിന് വേണ്ടി ഇറങ്ങണ ഭർത്താവ്, എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമായി ചെയ്യണ ഭർത്താവ് അയാളുടെ മൊബൈൽ ഫോണിൽ വേണ്ടാത്ത വീഡിയോകൾ കാണുന്നു. ഭർത്തൃമതികളായ സ്ത്രീകൾക്ക് ബന്ധങ്ങളുള്ള പോലെ ആണുങ്ങൾ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അത് നിങ്ങൾക്കൊക്കെ പറയണ്ടാവും, കയ്യില് ശൈത്താനെ വെച്ച് 4G ആയിട്ട് നടക്കണം. അതെപ്പോഴാന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ തോന്നാന്ന് പറയാൻ പറ്റൂല. എന്തുകൊണ്ടാ ഈ ഭർത്താവ് ആ രൂപത്തിലേക്ക് പോയത്? എളുപ്പമാണ് ഉത്തരം. ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതാകുമ്പോഴാ. എന്തുകൊണ്ടാ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതാവുന്നത്? ഞാൻ പറഞ്ഞ 3 സാധനം ഭാര്യക്ക് ഉണ്ടാവില്ല. സംതൃപ്തിയോടുകൂടി അല്ലാതെ ബെഡ്റൂമിലേക്ക് വരുന്ന ഒരു ഭാര്യക്ക് എങ്ങനെയാ പ്രിയമുള്ളവരെ ഒരു ഭാര്യയാവാൻ കഴിയുക? സന്തോഷത്തോടു കൂടി അല്ലാതെ ഭർത്താവിനെ സമീപിക്കുന്ന ഒരു ഭാര്യക്ക് എങ്ങനെയാ പങ്കുവെക്കാൻ കഴിയുക? സംതൃപ്തിയില്ലാത്ത ഒരു പെണ്ണിന് എങ്ങനെയാ ഒരു ഭർത്താവ് മക്കളോട് ജീവിക്കാൻ കഴിയുക? ഈ മനസ്സിനകത്ത് അതൃപ്തി നുരഞ്ഞു പൊന്തുമ്പോ, സന്തോഷമില്ലാതെയാകുമ്പോ, മനസ്സമാധാനം നശിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മൃഗമായി മാറുക. നിങ്ങളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് അതിനെ മാനേജ് ചെയ്യാൻ ഈ പരിപാടി കഴിഞ്ഞ് ഇന്ന് ഇറങ്ങിപ്പോകുമ്പോ പെണ്ണുങ്ങളൊക്കെ മനസ്സിൽ വെക്കേണ്ട നെയ്യത്തെന്നറിയോ? ഇന്ന് വീട്ടിലെത്തിയാൽ ഞാൻ സമാധാനത്തിന്റെ അംബാസഡറാവും, സന്തോഷത്തിന്റെ അംബാസഡറാവും. എത്ര സ്ത്രീകളുണ്ടെന്നൊരു മാനസികമായി OCD പോലെ, വസ്വാസ് പോലെ രോഗമുള്ളവര്. ഈ അടുത്ത് ഞാൻ കണ്ടു, വസ്വാസ് രാവിലെ 8 മണിക്ക് കുളിക്കാൻ കയറിയ 2 മണി വരെ ബാത്റൂമിൽ മോട്ടോറിന്റെ സ്വിച്ച് ഇട്ടിട്ട് വെള്ളത്തിൽ കളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. ഇത് OCD എന്ന രോഗമാണ്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, വസ്വാസ്. എന്നിട്ട് ഈ ഭർത്താവിന് കിട്ടേണ്ടതൊന്നും കിട്ടാതെ ഭർത്താവ് തെറ്റിന്റെ പാതയ്ക്ക് ഇങ്ങനെ പോവുക. ചികിത്സിക്കാൻ പറഞ്ഞ കേൾക്കോ? ഇല്ല, നിങ്ങൾ അങ്ങനെ ഭ്രാന്തത്യാക്കണ്ടെന്ന് ആ പെണ്ണ് പറയുന്നത്. 8 മണി മുതൽ 2 മണി വരെ ബാത്റൂമിൽ നിൽക്കണ ഭാര്യനെ പിന്നെ എന്താ ആക്കണ്ടി? ഓക്കെ, ഇങ്ങനെ വസ്വാസമുള്ള മാനസികമായ പ്രശ്നങ്ങൾ, എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോഴേക്ക് ആകെ ഡിപ്രസ്ഡ് ആകുന്ന ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചികിത്സ തേടണം. എന്നിട്ട് ആ വീട്ടിനകത്ത് 3 കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്തൊക്കെയാണ്? സന്തോഷം, സമാധാനം, സംതൃപ്തി. അപ്പൊ നമ്മുടെ മുഖമൊക്കെ തെളിയും, മക്കൾക്ക് നല്ല ഇഷ്ടം തോന്നും, ഒരു ഉമ്മയോടും ഉപ്പയോടും ഒക്കെ ഇഷ്ടം തോന്നും, വീട്ടിനകത്ത് നിൽക്കാൻ തോന്നും.
അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ തെറ്റിപ്പോകും. നിങ്ങൾക്കറിയോ, ഞാന് ഒരു പെൺകുട്ടിയെ കണ്ടു. ഈ പെൺകുട്ടിന്റെ റൂമിൽ നിന്ന് ഒരു ചെറുക്കനെ പിടിച്ചു. പാപ്പയെ പിടിക്കുന്നു. പെൺകുട്ടിന്റെ ബെഡ്റൂമിൽ നിന്ന് 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിന്റെ ബെഡ്റൂമിൽ നിന്ന് ഒരു ചെറുക്കനെ പിടിച്ചു. പാപ്പ കട്ടിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ച ചെക്കനെ പിടിച്ചു. ബാപ്പാക്ക് ഒരു സംശയം തോന്നിയിട്ട് പോയി നോക്കിയപ്പോ വാതിലൊക്കെ തുറന്ന് അകത്ത് കയറി നോക്കി ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ചെക്കനെ കട്ടിന്റെ അടിയിൽ നിന്ന് പിടിച്ചു. ചെറുക്കന് പൊതിരെ തന്നെ കിട്ടി, പൊതിരെ. പക്ഷെ നാട്ടുകാരൊന്നും അറിയിച്ചില്ല. കാരണം പെൺകുട്ടിന്റെ ഭാവിയല്ലേ. നല്ല തല്ല് കൊടുത്ത് വായിന്നും മൂക്കുന്നും ഒക്കെ ചോര ഒലിപ്പിച്ച് ആ ചെറുക്കൻ പോയി. അവന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും അവന്റെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള കാർഡുകളൊക്കെ വാപ്പ പിടിച്ചു. എന്നിട്ട് ഞാൻ നീ വിളിക്കുമ്പോ നീ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കനെ വിട്ടു. പെൺകുട്ടിക്കും കിട്ടി പൊത്തിരെ തല്ല് കിട്ടിയിട്ട് ഈ ബാപ്പ ചോദിച്ചു, എത്ര ദിവസമായിടിയോ അവിടെ വരാൻ തുടങ്ങിയിട്ട്? പെൺകുട്ടി പറഞ്ഞു, ഇത് 6ാമത്തെ തവണയാണ്. 6ാമത്തെ തവണ. അപ്പൊ ബാപ്പയും ആകെ സങ്കടപ്പെട്ടു, ആകെ പ്രശ്നമായി. അങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മള് കണക്കെഴുതി ആ കുട്ടിക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു ചെറുക്കൻ 6 പ്രാവശ്യം ബെഡ്റൂമിനകത്ത് കയറി ആ രാവിലെ സുബൈന്റെ മുമ്പ് എണീറ്റ് പോകുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നമുക്ക് ഇങ്ങനെ സംസാരിക്കാനില്ല. കഴിഞ്ഞു കഥ. ഈ കുട്ടിയെ കൊണ്ടുവന്നു എന്റെ മുമ്പിൽ ഇരുത്തിയപ്പോ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ എന്ത് വൃത്തിയാടാ നീ കാണിച്ചത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കുട്ടിന്റെ മുഖത്തേക്ക് ചോദിച്ചു, എന്ത് ബന്ധം? ഒരു ബന്ധം ഉണ്ടായില്ല. 6 പ്രാവശ്യം ആ ചെറുക്കൻ ബെഡ്റൂമിൽ വന്നിട്ടും ആ പെൺകുട്ടിയെ കൃത്യമായിട്ടൊന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു, എന്തിനാ മോളെ ആ കുട്ടി വരുന്നത്? അപ്പോ ഈ പെൺകുട്ടി പറയാണ്, വർത്താനം പറയാൻ വരുന്നത്. ഞാൻ ചോദിച്ചാൽ എന്തിനാ വർത്താനം പറയാൻ നിന്റെ അടുത്ത് വരുന്നത്? അപ്പൊ ആ പെൺകുട്ടി പറയണു, എന്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അവൻ. അവന്റെ വീട്ടിൽ എന്നും പ്രശ്നം. ബാപ്പയും ഉമ്മയും തമ്മിൽ അടിച്ച് പിരിഞ്ഞിട്ടാണ് രാത്രി കിടന്നുറങ്ങുക. അവന് സംസാരിക്കാൻ ആരുമില്ല. അവന് ഭയങ്കര വിഷമത്തിലാണ്. ഈ പെൺകുട്ടിന്റെ വീട്ടിലും ഇതേ അവസ്ഥയാണ്. ഉമ്മാക്ക് ചെറിയൊരു മാനസിക പ്രശ്നമുണ്ട്. പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പെട്ടെന്ന് സങ്കടത്തിലാവും, പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും. ബാപ്പ കയറി വരുമ്പോ എന്നും വീട്ടു പ്രശ്നമാണ്. ഈ പെൺകുട്ടിക്ക് മനസ്സ് തുറക്കാൻ ഒരാളില്ല, അവിടെ ആൺകുട്ടിക്ക് മനസ്സ് തുറക്കാൻ ഒരാളില്ല. ഒരു ദിവസം ഈ ആൺകുട്ടി പെൺകുട്ടിയോട് ഞാൻ നിന്റെ വീട്ടിലേക്ക് പറ്റും, നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാം. അങ്ങനെ വന്നതാ. 6 പ്രാവശ്യം ഒരു ബെഡ്റൂമിനകത്ത് അവര് മാത്രം ഇരുന്നിട്ടും മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോവാതെ സംസാരിക്കുക മാത്രം ചെയ്തു എന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാക്കിയേക്കാം. പക്ഷെ അതാണ് സത്യം. അത്രയ്ക്ക് ഈ പെൺകുട്ടിക്ക് സംസാരിക്കാനുണ്ട്. പെൺകുട്ടികൾ വീട്ടിൽ വന്ന ഉമ്മയോട് ഇങ്ങനെ സംസാരിക്കും. അത് കേൾക്കാൻ നമുക്ക് സമയം വേണം. സമയം മാത്രം പോരാ, മനസ്സമാധാനം വേണം, സംതൃപ്തി വേണം, സന്തോഷം വേണം. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കാതെ, പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾ മക്കളെ വളർത്തിയോക്ക്. ഇനി ഞാൻ ചുരുക്കാണ്. ഇനി എന്താ വേണ്ടതെന്നറിയോ? എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. മക്കൾ എന്തെങ്കിലും ചെയ്യണതിന് ഒന്ന് ചിന്തിക്കുക. എന്തും ഒരടി കൊടുക്കാൻ പോവാ നിങ്ങളെ മോനെ, കൊടുക്കരുത്. ചിന്തിക്കുക. ഭർത്താവിനും അമ്മായിയമ്മക്കും നാത്തൂമാർക്കും ഒക്കെ കൊടുക്കാനുള്ള തല്ല് കൊടുക്കരുത്. നിങ്ങളെ ഈ തലശ്ശേരി പ്രദേശത്തെ പ്രശ്നം നാത്തൂൻ പോരല്ല, മക്കൾ പോരാണ്. ഏട്ടത്തി അനിയത്തി തമ്മിൽ പ്രശ്നം ഉണ്ടാവുക. അത് തീർക്കാൻ ഉമ്മക്ക് കഴിയൂല. കാരണം ഒക്കത്തിനും കൂടി കെട്ടിയാണ് പൊരനച്ചു കൂട്ടിക്കോളിങ്ങള് തള്ളക്കോയി മക്കളെ വെച്ചന്മാര്. എന്നിട്ട് ആ വീട്ടിനകത്ത് മൂത്ത മോക്ക് 2ാമത്തെ മോളോട് അസൂയ. മൂത്ത മോളെ ഭർത്താവിന് ഇത്തിരി പൈസ കൂടുതലുണ്ടാവും. ഓള് 2 വളി വാങ്ങിട്ട് വരും. കുറ്റൊക്കെ വെച്ചൂല, പെണ്ണുങ്ങളല്ലേ. എന്നിട്ട് ഈ മക്കൾ തമ്മിൽ പോരാ, മരുമക്കൾ തമ്മിൽ പോരുള്ളത് നമുക്ക് മനസ്സിലാവും. വേറെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാ. നാത്തൂൻ പോരും മനസ്സിലാവും, വേറെ വേറെ വീടാ. മക്കൾ പോര് തലശ്ശേരി ഉണ്ടാവും. എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഉമ്മ കിടന്ന്, പിന്നെ പുതിയാപ്പിളാരോടൊന്നും പറയാനും പറ്റൂല. ഒരു രാത്രി വരും, രാവിലെ പോകും. പാർട്ട് ടൈം ഭർത്താവ് കേട്ടോ, ഒന്നും പറയാനും വയ്യ. ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന സ്ഥലമാണ് ഈ തലശ്ശേരി ഭാഗം.
നോക്കൂ നിങ്ങള്. അപ്പൊ ഈ പോര് മുഴുവൻ ഉണ്ടായി ദേഷ്യം പിടിച്ച് പ്രശ്നം ഉണ്ടാക്കി വീട്ടിനകത്ത് കഴിയുമ്പോ നമ്മുടെ മക്കൾക്ക് തല്ല് കൊടുക്കുമ്പോ അത് ചിലപ്പോ അനിയത്തി കൊടുക്കാനുള്ള തല്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിച്ച് മാത്രം കുട്ടികളോട് പെരുമാറുക. എന്തു ചെയ്യുമ്പോഴും ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. ഒരു ഉദാഹരണം, കുട്ടികൾ വീട്ടിലുണ്ട്, സ്വന്തം വീടാണെന്ന് വിചാരിക്കാം. കുട്ടികൾ വീട്ടിലുണ്ട്, ഒരു 12-12:30 മണി അപ്പൊ ഉമ്മ അലക്കാണ്. ബാപ്പാന്റെ ഷർട്ടും പാന്റും ഒക്കെ അലക്കുന്ന സമയം. ഈ സമയം ഉമ്മ അലക്കിക്കൊണ്ടിരിക്കുമ്പോ മക്കള് 3 പേരും കൊലായിന്റെ മുറ്റത്തുനിന്ന് കളിക്കുന്നു. മുന്നിലെ മുറ്റത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഒച്ച കേട്ടു, ക്ലിങ് ഒച്ച, ചില്ല് പൊട്ടിയത്. ഉമ്മാക്ക് മനസ്സിലായി ചില്ല് പൊട്ടി. ആരോ ഒരുത്തൻ ബോൾ ചെയ്തു, മറ്റൊരുത്തനെ അടിച്ചു, ചില്ല് തട്ടി പൊട്ടി. ഈ ചില്ല് പൊട്ടിയ 3 കുട്ടികളും പേടിക്കും. 3 കുട്ടികളും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ഈ ചില്ല് പൊട്ടിയപ്പോ ആ ചില്ല് പൊട്ടി ഇങ്ങനെ പേടിച്ച് നിൽക്കുക. ഉമ്മക്ക് മനസ്സിലായി ചില്ല് പൊട്ടിയത്. ഉമ്മ തിരുമ്പണ കല്ലിന്റെ അടുത്ത് നിന്ന് വരുമ്പോ തന്നെ കയ്യില് ബാപ്പാന്റെ ഷർട്ട് തൂക്കാനുള്ള ഹാങ്ങർ ഉണ്ടാവും. ഉണ്ടാവില്ലേ? എന്നിട്ടൊരു വരുത്തുണ്ട്, നേരെ കണ്ട് വരും. കുട്ടിയൊക്കെ 3 എണ്ണത്തിനും എന്താ കിട്ടുക? എന്താ ആ കുട്ടികൾ നിങ്ങൾ അടിച്ചത് ശരിക്കും ചില്ല് പൊട്ടിച്ചതിനുള്ള അടിയാണോ, അല്ല നിങ്ങൾക്ക് പിടിച്ച ദേഷ്യം കൊണ്ടുള്ള അടിയാണോ? മനസ്സിലിങ്ങനെ പലതും ഉണ്ടാവും. രാവിലെ തന്നെ കെട്ടിയവര് മൈൻഡ് ചെയ്യാതെ പോയി, ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല, ഇതൊക്കെ ഇങ്ങനെ. അപ്പോഴാ ചില്ലൊട്ടിച്ച് കൊടുത്ത് പണി. പുതിയാപ്പിളക്കുള്ളതും അമ്മായിമക്കുള്ളതും നാത്തൂനുള്ളതും അനിയത്തിക്കുള്ളതും ഒക്കെ. എന്നിട്ടോ അടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു നടക്കുമ്പോ, കൂലിങ്ങായിട്ട് നടക്കുമ്പോ മക്കളെ നോക്കി പറയും, അവിടെ നിക്കടാ, വാപ്പ കണ്ട് വരട്ടെ, കഴിഞ്ഞിട്ടില്ല, ടു ബി കണ്ടിന്യൂഡ്. കുട്ടികളൊക്കെ പേടിച്ച്. ഏത് കുട്ടിക്കാ പ്രിയമുള്ളവരെ നിങ്ങളോട് സ്നേഹം ഉണ്ടാകുക? ഒരു വീട്ടിനകത്തെ ചില്ല് കുട്ടിയുടെ കയ്യിൽ നിന്ന് പൊട്ടിയാൽ ആ സംഭവത്തെ പോലും നമുക്ക് സ്നേഹമാക്കി മാറ്റാം. എന്നാൽ തിരിച്ചു ചിന്തിച്ചു നോക്ക്, ചില്ല് പൊട്ടി ഉമ്മ മനസ്സിലാക്കി. നിങ്ങൾ ചെയ്യേണ്ടെന്ന് അറിയോ? 2 കണ്ണും അടയ്ക്കുക, അകത്തേക്കൊന്ന് ശ്വാസം വലിച്ചെടുക്കുക. എന്താ വേണ്ട, ചില്ല് പൊട്ടി, എന്തായാലും മാറ്റണം. കുട്ടികളെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങാൻ പറ്റില്ലല്ലോ, പാപ്പന്റെ മാറ്റണം. എന്നിട്ട് ഉമ്മ പോയി നോക്കിയപ്പോ 3 കുട്ടികളും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഉമ്മ ചെന്ന് 3 കുട്ടികളെ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ചിട്ട് പറഞ്ഞു, സാരല്ല, കളിക്കുമ്പോ അങ്ങനൊക്കെ പൊട്ടും, കാര്യാക്കണ്ട, ഇനി ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടിയൊക്കെ 3 സമാധാനായി. എന്തോരിഷ്ടായിരിക്കും ഉമ്മയോട് കുട്ടിയൊക്കെ. അപ്പൊ മൂത്ത കുട്ടി ചോദിച്ചു, ഉപ്പ വന്നാല് പ്രശ്നമില്ല ഉമ്മ. ഉമ്മ പറഞ്ഞ ഒക്കെ ഉമ്മ മാനേജ് ചെയ്തോളാം. മറ്റേത് ബിസിനസ്സിൽ ആകെ പ്രശ്ന, പണം നിരോധിക്കലും GST ഒക്കെ ആയിട്ട് ബിസിനസ് ഒക്കെ തകർന്നു നിൽക്കുക. പുതിയാപ്പിള ദേഷ്യം പിടിച്ച് പീടിയെന്ന് വരികയായിരിക്കും കച്ചവടം കഴിഞ്ഞാണ്ട്. അപ്പോഴാ പോയി മൂപ്പിച്ചു കൊടുക്കുക, കണ്ടോ അറാൻ പറഞ്ഞ നിങ്ങളെ കുട്ടികളെ പൊട്ടിച്ചേ. അയാള് കച്ചവടത്തിലെ ദേഷ്യം മുഴുവൻ കുട്ടികളെ ചന്തിക്ക് തീർക്കും. കുട്ടികൾ എങ്ങനെ നന്നാവുക? കുട്ടികൾ മനസ്സിലാക്കി, എന്താ മനസ്സിലാക്കി? ഉമ്മക്കും എന്നോട് ഇഷ്ടല്ല, ഉപ്പക്കും ഇഷ്ടല്ല, ഇവിടുന്ന് ആ കുട്ടി തെറ്റി പോവുക. കണ്ടോ നിങ്ങള്? നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഉമ്മ അടുപ്പിച്ച് പിടിച്ചാലോ, ബാപ്പ വരുമ്പം ദേഷ്യം പിടിച്ചിട്ട് ചില്ലാറാ പൊട്ടിച്ച് വെക്കുമ്പോ ഉമ്മ പറയും, ഞാനാ പൊട്ടിച്ച്. വലിയ വർത്താനം പറയണ്ട, അടത്ത് കയറിക്കോളി. കുട്ടികളിങ്ങനെ വിചാരിക്കും, ഉമ്മ വല്ലാത്തൊരു ഉമ്മ. ഈ ഉമ്മയെ കുട്ടി ജീവിതകാലം മുഴുവൻ സ്നേഹിക്കും. നമ്മളെ പ്രധാന പണി നോക്കി ഇങ്ങനെ ഇരിക്കുക, കുറ്റം കണ്ടുപിടിക്കുക, തല്ലൊടുക്കുക. പള്ളർച്ച് ചോറും കൊടുക്കും, പള്ളർച്ച് തല്ലും കൊടുക്കും, കുറെ ചീത്തയും ഒച്ച. ഏത് വീട്ടിലും പോയാലും ഒച്ച കേൾക്കുക, എന്തിനത്ര ഒച്ച? അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മുടെ മനസ്സിൽ ഇതുണ്ടോ? ഇതുണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവര് ഞാനും നിങ്ങളും ഒക്കെ രക്ഷിതാക്കളാവുക, ബാപ്പയും ഉമ്മയും ആവുക. കണ്ടോ? അപ്പൊ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്കുണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ നമ്മുടെ വീടിന്റെ അവസ്ഥകളെ മാറ്റണം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാനേജർമാരാണ്.
മാനേജ്മെന്റ് ഞങ്ങൾ പഠിക്കണ്ടേ. എല്ലാം മാനേജ് ചെയ്യണം. കുട്ടി പ്രശ്നം ഉണ്ടാക്കും, കുട്ടി ചാടും, കുട്ടി പൊട്ടിക്കും, എല്ലാം മാനേജ് ചെയ്യാൻ ഉമ്മക്ക് കഴിയണം. കണ്ടോ, കുട്ടി രാവിലെ ഭക്ഷണം കൊടുത്തു. 7 വയസ്സുള്ള 2 പഠിക്കുന്ന മോന് രാവിലെ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തപ്പോ തേങ്ങാപ്പാലാണ്. ഈ നൂൽപുട്ടും തേങ്ങാപ്പാലും. നൂൽപുട്ടെടുത്തിട്ട് തേങ്ങാപ്പാലിന് കുത്തിയിട്ട് ചെറുക്കിങ്ങനെ തിന്നുക. അപ്പൊ കയ്യിലൊക്കെ തേങ്ങാപ്പാലാണ്. കയ്യില് തേങ്ങാപ്പാൽ ഉണ്ടായതുകൊണ്ട് ഈ കുട്ടി ഗ്ലാസ് എടുത്തിട്ട് ചുണ്ടിനോട് അടുപ്പിച്ചപ്പോ ഗ്ലാസ് കയ്യിൽ നിന്ന് വീണു. അതങ്ങോട്ട് പൊട്ടിയപ്പോ ഉമ്മ അങ്ങോട്ട് വന്നിട്ട് തുടങ്ങി, എന്ത് സാധനം തന്നാലും പൊട്ടിക്കും, ഒരു ജാതി സ്വഭാവം, സാധാരണ സാധനം ബുദ്ധില്ലടാ നിനക്ക്, ജന്തു. ഒരു ഗ്ലാസിന് 6 റുപ്യ വില എന്നാ മനസ്സിലാക്കണത്. 6 റുപ്യ അതല്ലേ കുട്ടിക്കുള്ളത് മുഴുവൻ കിട്ടും. അപ്പൊ ആ കുട്ടി ഇപ്പൊ എന്തൊക്കെയായി? പൊട്ടൻ, മൊയന്ത്, മന്ദബുദ്ധി, ശ്രദ്ധയില്ലാത്തവൻ. ഇതൊക്കെ കുട്ടിന്റെ ഉള്ളിലേക്ക് കയറുക. ഉമ്മ എന്ത് പറഞ്ഞാലും കുട്ടി വിശ്വസിക്കും. നിങ്ങൾ പറയണ ഈ പൊട്ടനാന്ന്, കുട്ടി പൊട്ടനാ, എല്ലാം പറയാ. എന്നിട്ട് അവസാനം അടിച്ചുകൂട്ടി വാരുന്ന ആ പ്ലാസ്റ്റിക്കിന്റെ സാധനം കൊണ്ടുവന്ന് ഉമ്മ ഗ്ലാസ് ഒക്കെ തുടച്ച് റെഡിയാക്കി അതൊക്കെ അതിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി ഒക്കെ റെഡിയാക്കി ചക്കനോട് പറഞ്ഞു, ആ മൂലക്കലൊരു കൈതച്ചക്കന്റെ മരല്ലേ? ഓ, ചെക്കൻ പറഞ്ഞു, ആ മൂലക്കലാണ് ഗ്ലാസ് കൊണ്ടിടുക, അവിടെ കൊണ്ടുപോയിട്ട് ഇല്ല പൊട്ടിച്ച്. അപ്പൊ ഈ ചെക്കൻ ഇതൊക്കെ ഇങ്ങനെ അടിച്ചുട്ടി വാരി ആ സാരിയുടെ പാവം പൊട്ടിപ്പോയില്ലേ. ഓന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് തൊടീന്റെ മൂലക്കല് കൈതച്ചക്കന്റെ അടുത്ത് ഈ ഗ്ലാസ് കൊണ്ടുവരാൻ പോയപ്പോ അങ്ങനത്തെ 4 ഗ്ലാസ് അവിടെ പൊട്ടിക്കിടക്കുന്നത്. തിരിച്ചു വന്നിട്ട് ചെക്കൻ ചോദിച്ചു, ഉമ്മ ഇതിടാൻ പോയപ്പോ അവിടെ ഉണ്ടല്ലോ 4 ഗ്ലാസ് പൊട്ടിക്കിടക്കണത്. പറഞ്ഞു, അണ്ട് അതൊക്കെ ആര് പൊട്ടിച്ചാ? ആക്കെ എന്റെ അടുത്തുനിന്ന് പൊട്ടിയാ. തന്നെ അപ്പൊ പൊട്ടൂലേ? അപ്പൊ നിങ്ങളെന്തൊക്കെയാണ്? മൊയന്ത്, മന്ദബുദ്ധി, ബുദ്ധിണ്ട് നിങ്ങൾക്ക് ക്ലാസ്സിനെ പൊട്ടിക്കാൻ? നിങ്ങളെ കയ്യിൽ നിന്ന് പൊട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ലേ? അല്ലേ? അത് ഞാൻ കഴുകുമ്പം വിമ്മ് തേച്ചപ്പം കഴുകുമ്പോ മറിഞ്ഞു ചെയ്താ അതെന്നെ പൊട്ടിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ പൊട്ടിക്കാല്ലേ? നിങ്ങൾക്ക് അബദ്ധം പറ്റാ. ആ പോയി നോക്കിയപ്പോ 4 പൊട്ടിക്കിടക്കുക. ബാപ്പ ആകെ വാങ്ങിയ 6 ഗ്ലാസ്സിൽ ഇനി 2 ഗ്ലാസ്സേ ബാക്കിയുള്ളൂ, 1 ഗ്ലാസ്സേ ബാക്കിയുള്ളൂ. 4 ഉമ്മ പൊട്ടിച്ചു, 1 കുട്ടി പൊട്ടിച്ചു. ഉമ്മ പൊട്ടിച്ചപ്പോ ഒരു പ്രശ്നമില്ല, ഉമ്മ എന്നെ അടിച്ചുകൂട്ടി വാരി ഉമ്മ എന്നെ കൊണ്ടുപോയിട്ട് മിണ്ടില്ല. ഇനി എപ്പോഴെങ്കിലും ഭർത്താവിനോട് പറയും, ഒരു 6 ഗ്ലാസും കൂടി വാങ്ങണട്ടോ, എന്തേ ചായ അടിക്കാൻ ഗ്ലാസ് ഇല്ല? ഭർത്താവ് ചോദിക്കോ, പൊട്ടത്തി വന്ന ബുദ്ധി. അപ്പൊ കുട്ടി പൊട്ടിയാൽ എങ്ങനെയാ? ആ കുട്ടിയോട് പറയാൻ കഴിയണം, സാരല്ല, ഈ കുട്ടിന്റെ മനസ്സിനകത്തേക്ക് ഞാൻ ശരിയല്ല എന്ന ബോധം ഇത്രമേൽ കുത്തി നിറയ്ക്കുന്നത് ഉമ്മമാരാ. കുട്ടിക്കൊരു ചെറിയ അടുത്ത പ്രശ്ന കുട്ടി എപ്പോഴും സ്വയം പര്യാപ്തനാവണം. ഞാൻ ഒറ്റക്ക ഇങ്ങോട്ട് വന്ന് ഒറ്റക്ക ഈ കാറിൽ മൂലം ഞാൻ ഒറ്റക്ക. ഞാൻ ഇന്നലെ പകൽ സമയത്തുള്ളത് ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയുടെ ഉള്ളോട്ട് പോകണം. അവിടുന്ന് ഞാൻ ഇന്നലെ രാത്രി വന്നത് ഒറ്റക്ക. വീട്ടിലെത്തി കുളിച്ചു മാറ്റി ഇങ്ങോട്ട് പോകുന്നതും ഒറ്റക്ക. അപ്പൊ നമുക്ക് എന്തുണ്ട്? സ്വയം പര്യാപ്തത. ഒരു കുട്ടിനെ വളർത്തി 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 അവനെല്ലാം സ്വയം ചെയ്യാനുള്ള ആർജവം ഉണ്ടാക്കുകയാണ് ഉമ്മ ചെയ്യേണ്ടത്. അങ്ങനെ ആർജവം ഉണ്ടാണെങ്കിൽ കുട്ടിയോട് നമ്മൾ എന്ത് പറയണമെന്നറിയോ? യു ക്യാൻ, നിനക്ക് കഴിയും. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. 9 വയസ്സുള്ള മോൻ, നിങ്ങൾക്ക് 9 വയസ്സുള്ള മോനുണ്ട്, 7 വയസ്സുള്ള മോളും, ഒരു 3 വയസ്സുള്ള ഒരു കുട്ടി വേറെ. ഭാര്യയും ഭർത്താവും കൂടി വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. ഭർത്താവ് ഡ്രൈവറാണ്, നിങ്ങൾ മുതലാളിയുടെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്, കുട്ടികൾ 3 ബാക്കിലും. റൈറ്റ്? അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുമ്പോ നിങ്ങൾ പറഞ്ഞു, പിന്നെ ഗോതമ്പിന്റെ പൊടി വാങ്ങും, പിന്നെ സോപ്പ് പൊടിന്റെ ഒരു പാക്കറ്റ്, പേസ്റ്റ് തീർന്നു, ഇത് വാങ്ങണം. ഭർത്താവ് പറഞ്ഞു, ശരി, നമുക്ക് ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ വണ്ടി സൈഡാക്കാം. അങ്ങനെ സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ വണ്ടിയാണ് സൈഡാക്കി
ആ സൂപ്പർ മാർക്കറ്റിന് സൈഡാക്കി നിർത്തിയിട്ട് ഭർത്താവ് വണ്ടി ഓഫാക്കാതെ ബാക്കിലുള്ള മോനോട് 9 വയസ്സുള്ള മോനെ പറഞ്ഞാ മോനെ നീ പോയി കണ്ട ആ പീടിയെന്ന് ഒരു ഗോതമ്പ് പൊടിയും ഒരു സോപ്പ് പൗഡറും ഒരു പേസ്റ്റ് വാങ്ങും. ചെക്കനിങ്ങനെ ലോക്ക് തുറക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടിയപ്പോ തന്നെ ഉമ്മ പറഞ്ഞു ഓ പോയി ശരിയാവില്ല നിങ്ങൾ പോയിക്കോ. ചെക്കൻ കൈ ഇങ്ങോട്ട് തന്നെ എടുത്തു. പാപ്പ പറഞ്ഞു ഓ വാങ്ങിക്കോളൂടി അങ്ങനെയല്ലേ പഠിക്കാം. ശരിയാവില്ല ശരിയാവില്ല ഓ വാങ്ങിയാൽ ശരിയാവില്ല. പാപ്പ പറഞ്ഞു അല്ല മോൻ പോയിട്ട് വാങ്ങിക്കോ. പിന്നെ ബാക്കിൽ നിന്ന് ചെക്കൻ പറയും അല്ല പാപ്പ നിങ്ങൾ തന്നെ വാങ്ങിക്കോളൂ ഞാൻ പോയാൽ ശരിയാവില്ല. ഞാൻ പോയാൽ ശരിയാവില്ല എന്ന ബോധം ഈ കുട്ടിക്ക് ഉണ്ടാക്കിയതാരാ? നിങ്ങൾക്ക് എന്തിനാ പിന്നെ ഈ കുട്ടി? ഭാവിയിൽ ബോധം കെട്ട് വീണാലും കൂടി കുട്ടി കയ്യും കെട്ടിക്കൊണ്ടേ ഞാൻ അടുത്ത ശരിയാവില്ല ഒന്നുമില്ല എന്തെങ്കിലും ആയിക്കോട്ടെ ചാവ് പിടക്കേ എന്തിനാ ഈ കുട്ടിയെ പറ്റുക? കുട്ടിയോട് പറയേണ്ടത് യു ക്യാൻ, നിനക്ക് പറ്റുന്ന. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തത് എന്താ നിങ്ങൾ ആലോചിക്കും? എന്താ ആൺകുട്ടി ആവട്ടെ പെൺകുട്ടി ആവട്ടെ നമ്മൾ കുട്ടിയോട് പറയേണ്ടത് നിനക്ക് പറ്റുന്ന. ഇതാണ് കുട്ടിക്ക് സ്വയം പര്യാപ്തമാവുക. ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കാനിരിക്കുക, ഉമ്മ അടുത്തിരിക്കുക, കുട്ടി എന്തോ ഒരു ഉത്തരം ഇങ്ങനെ പഠിച്ചിട്ട് പറഞ്ഞപ്പോ തെറ്റിപ്പോയി. അപ്പോഴേക്ക് ഉമ്മ ഹേയ് ഒന്നും ഓർമ്മയിലിക്കൂല ബുദ്ധിയില്ല. ഇത് കുട്ടിന്റെ മനസ്സ് കണ്ട് കയറും. എനിക്ക് ഓർമ്മ കുറവുണ്ട്, എനിക്ക് ബുദ്ധി കുറവുണ്ട്. ഒരു കുട്ടി സ്വയം വിചാരിച്ച ആ കുട്ടിയെ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ മക്കളെ വളർത്തുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ബോധമുണ്ട്. നിങ്ങൾക്കറിയോ ബൾബ് കണ്ടുപിടിച്ച ഒരാളുണ്ട്, തോമസ് ആൽവ എഡിസൺ. ബൾബ് കണ്ടുപിടിച്ചതാ ചങ്ങായി. ബൾബ് മാത്രല്ല 2000ഓളം കണ്ടുപിടുത്തങ്ങൾ മനോഹരമായി കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. ഈ എഡിസണ് ചെറിയ കുട്ടിയായിരുന്നപ്പോ സ്കൂളിൽ പോയി, മഹാകുർത്തക്കേടായിരുന്നു. അവന് സ്കൂളിൽ പോയി. സ്കൂളില് കുറച്ചു ദിവസമൊക്കെ സ്കൂളിൽ ഇരുന്നപ്പോ ഈ ചെക്കനെ മാനേജ് ചെയ്യാൻ ടീച്ചർക്ക് കഴിയില്ല. അങ്ങനെ ടീച്ചർ ഒരു കത്തെഴുതി ഈ ചെക്കന്റെ പോക്കറ്റിലിട്ടു. ആ കത്ത് ഇങ്ങനെയാണ്: യുവർ ടോമി എന്ന് പറഞ്ഞ തോമസ് ആൽവ എഡിസനെ വീട്ടിൽ വിളിച്ച പേരാണ്. യുവർ ടോമി ഈസ് ടു സ്റ്റുപ്പിഡ് ടു ലേൺ. നിങ്ങളുടെ ടോമി ഉണ്ടല്ലോ ടു സ്റ്റുപ്പിഡ്, പെരും പൊട്ടനാണ്, ടു ലേൺ, പഠിക്കാൻ. ടീച്ചർ എഴുതി കൊടുക്കുന്നു, കൂടെ എഴുതി ദയവ് ചെയ്തോനെ സ്കൂൾക്ക് വിടരുത്, എന്നെ കൊണ്ട് കഴിയൂല പഠിപ്പിക്കാൻ. ഈ കത്ത് എഴുത്തും വായനയും പഠിക്കുന്നതിന് മുമ്പ് ആൽവ എഡിസന്റെ പോക്കറ്റിലിട്ട് കൊടുത്തു ടീച്ചർ. തിരുമ്പാൻ ഇത് പോക്കറ്റിൽ ഇട്ടുകൊടുത്ത് പറയാൻ പോലെ ചെക്കൻ മറന്നുപോയി. അത്രയുണ്ട് ആ ചെറുക്കന്റെ ഓർമ്മ. അമ്മ അലക്കാനെടുത്ത ഷർട്ടിന്റെ പോക്കറ്റും കാണുക ടീച്ചറെ കത്ത്. അപ്പോഴാ മോനും ഓർമ്മ, ഇത് ടീച്ചർ തന്നതാ. അമ്മ കത്ത് വായിച്ചു നോക്കി. യുവർ ടോമി ഈസ് ടു സ്റ്റുപ്പിഡ് ടു ലേൺ. പഠിക്കാൻ പൊട്ടനാണ് കത്ത്. അമ്മക്ക് കരച്ചിൽ വന്നു, സങ്കടം വന്നു. ഞാൻ പെറ്റുപോറ്റിയ മോനെ കുറിച്ചായി പറയണേ. ആകെ സങ്കടം വന്നു, കരച്ചിൽ വന്നു. മുഖമാകെ വാടിയപ്പോ ചെറിയ കുഞ്ഞു മകൻ തോമസ് ആൽവ എഡിസൺ ആ അമ്മയോട് ചോദിച്ചു, അമ്മേ എന്താണ് ആ ടീച്ചർ കത്തിൽ എഴുതിയത്? അമ്മ മോന് പറഞ്ഞു കൊടുത്തു, മോനെ അമ്മയുടെ മോൻ മിടുക്കനാണെന്നും മോന്റെ ബുദ്ധിക്കനുസരിച്ച് പഠിപ്പിക്കാനുള്ള ബുദ്ധി ആ ടീച്ചർക്ക് ഇല്ലാന്നും അതുകൊണ്ട് മോനെ നീ സ്കൂൾക്ക് പറഞ്ഞേക്കണ്ടെന്നാണ് ഇതിലെഴുതിയത്. പൊട്ടൻ എന്ന് ടീച്ചർ എഴുതി കൊടുത്തപ്പം ഉമ്മ അത് വായിച്ചു കൊടുത്തത് മിടുക്കൻ എന്നാണ്. ആരൊക്കെ നിങ്ങളുടെ കുട്ടിയെ പൊട്ടൻ എന്ന് വിളിച്ചാലും പ്രിയമുള്ള ഉമ്മമാരെ, നിങ്ങൾ അവനെ പൊട്ടൻ എന്ന് വിളിക്കരുത്. ആരൊക്കെ അവന് ബുദ്ധിയില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം, നീ ബുദ്ധിയുള്ള മിടുക്കനായ മകനും മകളുമാണെന്ന്. ഉമ്മ പറയണതാ കുട്ടിന്റെ മനസ്സിനകത്ത് കയറുക. ബാക്കി ആരും പറഞ്ഞോട്ടെ, അതൊരു പ്രശ്നമല്ല. കുറെ കാലം കഴിഞ്ഞു, അമ്മ മരിച്ചുപോയി. തോമസ് ആൽവ എഡിസൺ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ട് കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടാൻ തുടങ്ങി.
കുറെ കാലം കഴിഞ്ഞ് വീട് മാറുന്ന സമയത്ത് അമ്മയുടെ പഴയ തകരപ്പെട്ടികൾ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് അടുക്കുമ്പോ കൊല്ലങ്ങൾക്ക് മുമ്പ് ടീച്ചർ എഴുതി തിന്ന കത്ത് തോമസ് ആൽവ എഡിസന്റെ കയ്യിൽ കിട്ടുക. ആ കത്ത് തുറന്നു നോക്കിയപ്പോ തോമസ് ആൽവ എഡിസൺ ഞെട്ടിപ്പോയി. പൊട്ടനാണ് ഞാൻ എന്ന് ടീച്ചർ വിധി എഴുതിയ ഒരു മനുഷ്യനെ കണ്ടുപിടുത്തങ്ങളുടെ രാജകുമാരനാക്കിയത് ആ ഉമ്മയുടെ പോസിറ്റീവായ സംസാരമായിരുന്നു എന്ന് തോമസ് ആൽവ എഡിസൺ തിരിച്ചറിയണു. നമ്മൾ എന്താ ചെയ്യാ? ടീച്ചർമാര് സ്കൂളിൽ പോയാൽ പറയും കുഴപ്പമൊന്നുമില്ല, ഓൻ പഠിച്ചോളും. നമ്മൾ പറയും പൊട്ടനാണ്, മന്ദബുദ്ധി. ചിലന്മാരൊക്കെ പറഞ്ഞിരിക്കും പാപ്പാന്റെ ബുദ്ധിയാ കിട്ടിയത് തോന്നുന്നുണ്ട്, പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ കുട്ടി എങ്ങനെ ഡീൽ ചെയ്യേണ്ടത്? ആ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കേണ്ട സാധനം അവനെ നിങ്ങൾ സ്വയം പര്യാപ്തനാക്കുകയും, ഉമ്മ ഒരിക്കലും ഒരു കുട്ടിയെ, ഈ വയസ്സായന്മാരുണ്ടാവും മാമമാര്, ഓരങ്ങൾ നോക്കേണ്ടി ഒരു സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ കുട്ടി എന്ത് ചെയ്താലും ഉമ്മാമ എന്താ പറയാറ്? എന്റെ കുട്ടി നല്ല കുട്ടിയാണ്. നിങ്ങളെന്താ പറയാ? കൂർച്ചക്കട്ട, ആറാം പറപ്പ്. അപ്പൊ ചിന്തിച്ചു നോക്ക്. അപ്പൊ നമ്മുടെ വീട്ടിനകത്ത് നാം പാലിക്കേണ്ട ചില പ്രോട്ടോകോളുകൾ അവിടെയാണ് കുട്ടികളെ വളർത്തുന്നതിന്റെ ഇസ്ലാമികമായ മാനദണ്ഡവും. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് നിസ്കരിക്കേണ്ടതുണ്ട്, ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്, അവസാനിപ്പിക്കാൻ. പ്രിയമുള്ളവരെ, കുട്ടിക്ക് നിങ്ങൾ മാതൃകയാവണം. അതുകൂടി പറയാൻ നിർത്തണം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, നിർത്തിയിട്ട് ഒരു 5 മിനിറ്റ്. കുട്ടിക്ക് നമ്മൾ മാതൃകയാവണം. ഉമ്മ ഉപ്പ കുട്ടിക്ക് മാതൃകയാണ്, എല്ലാറ്റിനും മാതൃക. ഒരു ചെറിയ കാര്യം പോലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോ നിങ്ങളുടെ കുട്ടി നിങ്ങളെ ആവാഹിച്ചെടുക്കുന്നു എന്ന് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ നിങ്ങൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിന്റെ വീട്ടിലേക്ക് കയറിച്ചില്ല. സ്വഹാബിക്ക് ചെറിയൊരു മോനുണ്ട്, 1.5 വയസ്സ് 2 വയസ്സുള്ള ചെക്കൻ. 1.5 വയസ്സ് 2 വയസ്സുള്ള കുട്ടിക്ക് എന്ത് നബി സ്വഹാബിന്റെ വീട്ടിൽ വന്നതാ, വിരുന്ന് വന്നതാ. അപ്പൊ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് ആ സ്വഹാബിയുടെ 2 വയസ്സുള്ള ചെറിയൊരു മോൻ. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെക്കനെ ഇങ്ങനെ വിളിച്ചു. നബിയാ വിളിക്കുന്നത്. സ്വഹാബിക്കാണെങ്കിൽ വല്ലാത്തൊരാഗ്രഹം, എങ്ങനെങ്കിലും ഒന്ന് ഇവൻ വന്ന് നബി അവനൊന്ന് തൊട്ട് നബി ഒരു ഉമ്മൊക്കെ കൊടുത്ത് അവന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ. വലിയ സംഭവല്ലേ? പക്ഷേ ചെറുക്കൻ എന്ത് നബി? ചെറുക്കൻ വന്നില്ല, അവൻ വന്നില്ല. അവൻ വരാത്തപ്പോ അടുത്തിരുന്ന സ്വഹാബി അയാളുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചു. എന്നിട്ട് മോനെ വിളിച്ചു, മോനെ വാ, കയ്യിൽ കാരൊക്കെ ഉണ്ടെന്നാ. കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അവനെ വിളിച്ചു, കാരൊക്കെ വേണ്ടേ, വാ വിളിച്ചു. അതുവരെ കുട്ടിയെ കണ്ട്, കുട്ടിയുടെ കളി കണ്ട് മുഖത്ത് ഓമനത്വവുമായി നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവർണമായി. ദേഷ്യം വന്നു. നബി ആ മനുഷ്യനോട്, ആ സ്വഹാബിയോട് കടുത്ത ഭാഷയിൽ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ കാരൊക്കെ ഉണ്ടോ? അയാള് പേടിച്ചു പോയിട്ട് പറഞ്ഞു, ഇല്ല നബിയെ, ഇല്ല. പിന്നെ എന്തിനാ ആ മോനോട് നീ നുണ പറഞ്ഞേ? നമുക്ക് ചെറിയൊരു കുട്ടി വരാൻ വേണ്ടി ഞാനും നിങ്ങളൊക്കെ പറയും മുട്ടായി വേണ്ടേ, വാ. കുട്ടി എടുത്തെത്തുമ്പോ കൈ കണ്ടു പിടിച്ച് മുട്ടായി കൊടുക്കൂല. ഈ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുന്ന കള്ളത്തരാണ്. ചെറിയ ഒരു കുട്ടിയാണെങ്കിൽ പോലും നീ അവനോട് കളവ് പറയരുത്. കുട്ടി വന്നില്ലെങ്കിൽ വരണ്ട. എന്തിനാണ് ആ കുട്ടിയെ നീ കളവ് പഠിപ്പിക്കുന്നത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ വളർത്താനുള്ള ഇസ്ലാമിക തത്വം പഠിപ്പിച്ചു കൊടുക്കുക. എത്ര ചെറുതാണെങ്കിലും കുട്ടിയോട് നിങ്ങൾ കള്ളം പറയരുത്. ആ കള്ളം പറയാൻ കുട്ടി പഠിച്ചത് ചിലന്മാരൊക്കെ വന്ന് പറയും, എങ്ങനെ ഇത്രയും വലിയ കള്ളത്തരം പറയാൻ പഠിച്ചതെന്ന്. ആർക്കറിയാം? വേറെ ആരും പഠിപ്പിച്ചു കൊടുത്തതല്ല. ചെറിയ കുട്ടിങ്ങളെ വീട്ടിൽ തന്നെ ഉള്ളത്. വേറെ ആരെ കഴിഞ്ഞാൽ കാണുക? ബാപ്പ ഇറങ്ങുമ്പോ, പിന്നെ ചിന്തിച്ചു നോക്ക്, ബാപ്പ ഇറങ്ങുമ്പോ ബാപ്പന്റെ ചെവിയിൽ ഫോണാ, ബാപ്പന്റെ ഇറങ്ങുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക. ബാപ്പാന്റെ വീട് ഉളിയിലായിരിക്കും. ബാപ്പ പോണത് മട്ടന്നൂർക്ക. ഉളിയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മട്ടന്നൂർ ആള് കാത്തിക്കുണ്ട്.
അപ്പൊ ബാപ്പ ഫോൺ ഇങ്ങനെ പിടിച്ച് ചെരുപ്പ് ഇങ്ങനെ ഇടുക, മോന് മുറ്റത്ത് കളിക്കുക. അപ്പൊ ഫോണില് അപ്പുറത്ത് നിരക്കുന്ന ആൾ നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിച്ചു. അയാൾ പറയുന്ന വർത്താനം എന്താണെന്നറിയോ? ഞാനിതാ മട്ടന്നൂർ എത്തി, ഇപ്പൊ എത്തി, ഇറങ്ങാൻ പോവാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാ. കുട്ടി കളിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കും, പടച്ചോനെ പുളിയിലുള്ള വീട് മട്ടന്നൂർ എത്തിയോ ആയപ്പോ നോക്കൂലേ, കളവ് പറയാൻ കുട്ടിയെ പഠിപ്പിച്ചതാരാ? നല്ല 1-ാം നമ്പർ കളവ്. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാ. അതുകൊണ്ട് ഇസ്ലാമികമായി നോക്കുമ്പോ കുട്ടിയെ വളർത്തുമ്പോ നിങ്ങൾ പാലിക്കേണ്ട ചില പ്രോട്ടോകോളുകളിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട് എന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? 2 മിനിറ്റ്. എന്തെങ്കിലും ചോദ്യം അവിടെ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ കേൾക്കും. ഉണ്ടോ? ഇല്ല, നമുക്ക് പിന്നെ സംശയമൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഇന്നലെ അവസാനിപ്പിക്കുകയാണ്. ഇന്നൊരു മാറ്റം, ഈ ഒരു വനിതാ സംഗമം, അതിലിരുന്ന് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തിലുമൊക്കെ ഉണ്ടാവും. വലിയ മാറ്റം മക്കളെ വളർത്തുന്നതിൽ പ്രത്യേകിച്ച്. കാരണം നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവയും മക്കളാണ്, നാളെ നമുക്ക് താങ്ങാവേണ്ടവയും മക്കളാണ്. എത്ര കുട്ടികളാണ് ഈ തലശ്ശേരി ഭാഗത്ത് നിന്ന് കഞ്ചാവ് അടിച്ച് കൊണ്ടുവരുന്നത് നിങ്ങൾക്കറിയാം? കഞ്ചാവ് നല്ല മക്കനട്ട ഉമ്മന്റെയും ബാപ്പന്റെയും ഒക്കെ കൂടെ വരുന്ന കുട്ടി കഞ്ചാവ് അടിച്ചിട്ട് 90 ദിവസം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങിയ ചെക്കനെ ഈ അടുത്ത് തലശ്ശേരി ഞാൻ കണ്ടിട്ടുണ്ട്. അവന്റെ കമ്പനി മോശമായതാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള കുട്ടി, ആ കളിച്ചങ്ങാടത്തിന് ഇരിക്കുന്ന 5, 6, 8 വയസ്സ് പ്രായമുള്ള കുട്ടി, അവനൊക്കെ വലിയ മനുഷ്യനാകുമ്പോഴേക്ക് കാലം 2018, 19 ആ കുട്ടികളൊക്കെ ഇനി 10 കൊല്ലം കഴിയുമ്പോൾ ലോകം 2029, 39 ഒക്കെ ആവും. അന്ന് മൊബൈൽ ഫോണൊക്കെ എങ്ങനെയായിരിക്കും പടച്ചോനറിയാം. എങ്ങനെ നമ്മളെ കുട്ടികളെ നമ്മൾ നോക്കുക? അതുകൊണ്ട് കൃത്യമായ ഒരു ധാരണയോടെ, ഒരു ബോധത്തോടെ, എന്റെ മക്കള് നാളെ എന്റെ സമ്പത്താണെന്നും അവരെ കൃത്യമായി വളർത്തണമെന്നും ഒരു ബോധത്തോടെ പെരുമാറുകയും മുന്നോട്ട് പോവുകയും ചെയ്യണം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, സന്തോഷമുള്ള ഉമ്മക്ക് മാത്രമേ സന്തോഷം കൊടുക്കാൻ പറ്റൂ, സമാധാനമുള്ള ഉമ്മക്ക് മാത്രമേ സമാധാനം കൊടുക്കാൻ പറ്റൂ, സംതൃപ്തിയുള്ള ഉമ്മക്ക് മാത്രമേ സംതൃപ്തരാക്കാൻ പറ്റൂ എന്ന് വലിയൊരു ബോധത്തിൽ എന്റെ പ്രിയമുള്ളവര് ഈ ഓഡിറ്റോറിയം വിട്ട് നിങ്ങൾ പോവണം. ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷത്തെ പരിപാടി കൂടി കഴിയുന്നതോടെ ഒരു മാറ്റത്തിന് നിങ്ങൾ തിരികൊളുത്തുക, അതിന് തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല എന്റെ സംസാരത്തെയും നിങ്ങളുടെ കേൾവിയെയും ഒക്കെ നല്ല അമലായി കണ്ട് തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കാനും ഇതില് ഇങ്ങനെയൊക്കെ വിജയിപ്പിക്കാനും ഒക്കെ ഓടി നടന്ന ഇതിന്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർക്കും അതിൻ്റെതായ പ്രതിഫലം റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വ ദുരിയതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.